അപ്പോൾ നേരത്തെ നമ്മൾ പ്രവാസികളുടെ പിരിമുറുക്കങ്ങളെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത് കൂടുതലും. ദിവാകർജി പറഞ്ഞതുപോലെ തന്നെ സമാധാനം, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയൊക്കെ സാഹചര്യങ്ങളെ അതിജീവിക്കാമെന്നൊക്കെയാണ് നമ്മൾ ചർച്ച നടത്തിയെങ്കിൽ ഇന്നിപ്പോ എന്നോട് ചെയ്യുന്നത് മിസ്റ്റർ അസീം സെട്ടാണ്. നമസ്കാരം. സ്വാഭാവികമായിട്ടും ഒരു യങ് ജനറേഷൻ ബിസിനസ് ലെവലിലേക്കും മറ്റെല്ലാ മാനസിക പരികളിലും ഒക്കെ ഷിഫ അൽ ജസീറ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഹോസ്പിറ്റലാണ്. അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം, അതായത് ഇന്ന് ഈ പശ്ചിമേഷ്യയിലെ അസമാധാനം അല്ലെങ്കിൽ ആ അസമാധാനം രാജ്യാന്തര തലത്തിലാവുമ്പോൾ നമ്മൾക്കിടയിലും അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, അല്ലെങ്കിൽ നമ്മൾ തടഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്കിടയിലെ അസ്വസ്ഥതകൾ രാജ്യാന്തര തലത്തിലേക്ക് കടന്നു പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇന്ന് എനിക്ക് ക്ഷണിക്കാൻ തോന്നുന്നതിനകത്ത് രണ്ട് കാരണങ്ങളുണ്ട്. ഇന്നത്തെ ഞങ്ങൾ ഇന്നലെ ഈ ഒരു വിഷയം സംസാരിച്ചിരുന്നെങ്കിൽ ഇതിനെ ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് ഏത് രീതിയിൽ ആള് വേണമെന്ന് വിചാരിക്കുമ്പോഴാണ് ഇന്നത്തെ ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു ക്യാപ്ഷൻ ശ്രദ്ധിക്കാനിടയായി. ഇൻ എവരി പൾസ് ലെറ്റ് ദെയർ ബി പീസ്. അതായത് ഇദ്ദേഹത്തിന്റെ ആ ഒരു ക്യാപ്ഷൻ കണ്ടപ്പം ഞാൻ ഇന്ന് നമ്മൾ സംസാരിക്കേണ്ട വിഷയമായിട്ട് ഒരുപാട് ബന്ധം തോന്നി. അതിനകത്ത് എനിക്കൊരു കോൺഫിഡൻസും തോന്നി. ഈ ഒരു സാഹചര്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ താങ്കളുടെ ദൃഷ്ടിയിൽ നോക്കി കാണുന്നു? ശരിക്കും യുദ്ധം കൊണ്ട് അല്ലെങ്കിൽ യുദ്ധങ്ങൾ കൊണ്ട് എന്ത് നേട്ടമാണ് എന്ന് ചിന്തിക്കേണ്ടത് ഒരു ന്യൂ ജനറേഷനോ അല്ലെങ്കിൽ ഓൾഡ് ജനറേഷനോ അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജനറേഷനിൽ പെടുന്ന ആളുകൾ മാത്രമാണോ? എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ ആദ്യം ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു യുദ്ധമുഖരിതമായ ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ എനിക്ക് തോന്നുന്ന ഒന്ന് രണ്ട് തോട്ട്സ് ഞാൻ ആദ്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു യുദ്ധം മൂലം തകരുന്നത് അല്ലെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുന്നത് കെട്ടിടങ്ങളോ അല്ലെങ്കിൽ അമ്പരചുംബികളായ ഗോപുരങ്ങളോ മാത്രമാണോ? എവിടേക്കോ നമ്മുടെ മൂല്യങ്ങൾ തകരുന്നില്ലേ? നമ്മുടെ കാഴ്ചപ്പാടുകൾ തകരുന്നില്ലേ? സ്വപ്നങ്ങൾ തകരും. തീർച്ചയായിട്ടും ഞാൻ മൂല്യങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്ന് പറയാനൊരു കാരണമുണ്ട്. ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ ഇപ്പം നടക്കുന്നെന്ന് കരുതുക. അപ്പോൾ ഉണ്ടാകുന്നൊരു ആവേശം, ഒരു ഓളം എന്നൊക്കെ നമ്മൾ പറയുള്ളൂ നമ്മുടെ നാട്ടിൽ. ഏകദേശം അതുപോലെ അല്ലെങ്കിൽ അതിലും കൂടുതൽ ആവേശത്തോടു കൂടി യുദ്ധങ്ങളെ കാണുന്ന അവസ്ഥയിലേക്ക് കുറച്ച് ആളുകളെങ്കിലും മാറിപ്പോയോ എന്നുള്ളത് ദുഃഖകരമായ, അതീവ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ എന്താ പറയുക, വേൾഡ് കപ്പ് ഫുട്ബോൾ വരുന്നു. എൻ്റെ ടീം ചിലപ്പോൾ അർജന്റീന ആയിരിക്കും, താങ്കളുടെ ടീം ചിലപ്പോൾ ബ്രസീലായിരിക്കും. അപ്പം നമ്മളെപ്പോഴും സ്കോർ ബോർഡുകളിലേക്ക് നോക്കുന്നു. എത്ര ഗോൾ അർജന്റീന അടിച്ചിട്ടുണ്ടെന്ന് ഞാനും, എത്ര ഗോൾ ബ്രസീൽ അടിച്ചിട്ടുണ്ടെന്ന് താങ്കളും നോക്കുന്നു, അല്ലേ? എന്ന് പറയുന്നത് പോലെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ യുദ്ധമില്ലാത്ത സ്ഥലത്ത് ജീവിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? രണ്ട് ചേരികളായി മാറിയിട്ട് പരസ്പരം എത്ര ഗോളുകൾ എന്ന് പറഞ്ഞാൽ, അവിടെ ഗോളെന്ന് പറഞ്ഞാൽ പൊലിഞ്ഞു പോകുന്ന മനുഷ്യ ജീവിതങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ തകർന്നു പോകുന്ന മനുഷ്യൻ്റെ സ്വപ്നങ്ങളാണ്. അപ്പോൾ കാഴ്ചപ്പാടുകളും മനുഷ്യൻ്റെ അടിസ്ഥാന ധാർമ്മികത തന്നെ തകർന്നു പോകുന്ന ഒരിടത്താണോ നമ്മൾ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഒരു പ്രവാസി സമൂഹം, ഇപ്പോൾ താങ്കൾ ചോദിച്ചല്ലോ ഇതിനു മുൻപ് 90കളിൽ ഉണ്ടായ യുദ്ധത്തെ പറ്റിയൊക്കെ. ചരിത്രപരമായി വലിയൊരു അറിവൊന്നും എനിക്കില്ല, എങ്കിലും നമുക്ക് ലോജിക്കലി ഒന്ന് ചിന്തിക്കാം. ഇപ്പോൾ കുവൈത്ത് എന്ന് പറഞ്ഞാൽ കുവൈത്തിലെ എക്സ്പാറ്റ് പോപ്പുലേഷൻ്റെ 30% ഇന്ത്യക്കാരാണ്, അല്ലേ? പ്രവാസി സമൂഹത്തിന് 30% ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഏകദേശം കുവൈത്തിൽ 1 മില്യൺ അടുത്ത്, 10 ലക്ഷത്തിനടുത്ത് ഇന്ത്യക്കാരുണ്ട്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഒരു ആവറേജ് മന്ത്ലി കോൺട്രിബ്യൂഷൻ ടു നാഷണൽ റവന്യൂ അല്ലെങ്കിൽ നമ്മുടെ ഒരു നാഷണൽ ഇൻകം എന്നൊക്കെ പറയുന്നത് ഏകദേശം 5000 കോടി രൂപ കുവൈത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു മാസ് ഇവാക്യുവേഷൻ ഉണ്ടാകുന്നു എന്ന് കരുതുക. അത് കുവൈത്ത് മാത്രമല്ല, മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ആ ഒരു ഇവാക്യുവേഷൻ ബാധിക്കും തീർച്ചയായിട്ടും. പക്ഷെ കുവൈത്തിൽ അങ്ങനെ സംഭവിക്കുന്നു എന്ന് കരുതിയാൽ നമ്മുടെ രാജ്യത്തിനുണ്ടാവുന്ന നഷ്ടം എത്ര വലുതായിരിക്കും? ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ രൂപയുടെ വിനിമയ നിരക്കിലുണ്ടാകുന്ന തകർച്ച, ക്രൂഡ് ഓയിൽ പ്രൈസസിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റം. അപ്പോൾ ഒരു ഇക്കണോമിക് ഇംബാലൻസ് ഉണ്ടായാൽ ഇന്ത്യ പോലൊരു സൂപ്പർ ലാർജ് ഇക്കോണമിയെ അത് എത്ര മോശമായി ബാധിക്കും എന്ന് നമുക്ക് അറിയുന്നതാണല്ലോ. തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങൾ ഈ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളൊരു കെയർ ഗീവിങ് ആണ് ഞങ്ങൾ, അല്ലേ? നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് കെയർ കൊടുക്കുക, അവർക്ക് വേണ്ട പരിചരണം, നല്ല ചികിത്സ കൊടുക്കുക. അപ്പോൾ അങ്ങനെ കർമ്മനിരതരായി പോകുന്ന, സേവന സന്നദ്ധരായി പോകുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആലോചിക്കണേ, എത്രയോ രാജ്യക്കാരാണ് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ചികിത്സ തേടി വരുന്നത്. ഓക്കെ, നിങ്ങൾ ഇന്ന രാജ്യക്കാരനാണ്, അദ്ദേഹം വേറൊരു രാജ്യക്കാരനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നൽകുന്ന
ചികിത്സ, അതിൽ എന്തെങ്കിലും ഒരു മാറ്റം, അദ്ദേഹത്തിന് കൊടുക്കുന്ന ചികിത്സ അതിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത, അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? ഒരിക്കലും പറ്റില്ല, അല്ലേ? പിന്നെ നേരത്തെ ഒരു ക്യാപ്ഷൻ്റെ കാര്യം സൂചിപ്പിച്ചല്ലോ, ഞാൻ അതിലേക്കൊന്ന് വരാം. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ഒരു ഹോസ്പിറ്റൽ, അവരുടെ പരസ്യങ്ങളിൽ എന്തായിരിക്കും പ്രാധാന്യം നൽകുക, എന്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക? അവരുടെ ഓഫറുകളെ, പ്രൊമോഷൻസിനെ, പാക്കേജിനെ ഒക്കെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ, ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും ആ ഒരു സ്പേസ് ഉപയോഗിക്കുക. തീർച്ചയായിട്ടും മാർക്കറ്റിംഗ്. പക്ഷെ അതിലുപരി സേവന സന്നദ്ധരായി നിൽക്കുന്ന ആതൊരു സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഒരു സ്ഥാപനത്തിന് പൊതുസമൂഹത്തിന് കൊടുക്കാൻ ചില മൂല്യങ്ങളില്ലേ, ചില വാല്യൂസ് ഇല്ലേ? ആ വാല്യൂസ് ആണല്ലോ നമ്മളെ മൗൾഡ് ചെയ്യുന്നത്, നമ്മളെ ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അതെവിടെയും ഉണ്ടാവാൻ പാടില്ല. ഒരു മനുഷ്യജീവൻ പോലും എവിടെയും അകാരണമായി പൊലിയാൻ പാടില്ല. ഒരു പിഞ്ചു കുഞ്ഞ് പോലും ഒരു സമാനമായ സാഹചര്യത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കൊന്നും ഒരിക്കലും സങ്കല്പിക്കാൻ തന്നെ കഴിയില്ല. യുദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. അല്ലെങ്കിൽ സംഘർഷഭരിതമായ ഭൂമികകളിൽ അല്ലെങ്കിൽ പ്രദേശങ്ങളിലൊക്കെ സമാധാനം പരക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ ആശയം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പരസ്യത്തിൽ അത് ഞങ്ങൾ പറഞ്ഞത്, ഇൻ എവറി പൾസ് ലെറ്റ് ദെയർ ബി പീസ്. At Shifa Al Jazeera Medical Group, we stand with humanity in these turbulent times. പ്രക്ഷുബ്ധമായ സംഘർഷഭരിതമായ ഈ സാഹചര്യങ്ങളിൽ ഞങ്ങൾ നിൽക്കുന്നത്, ഞങ്ങളുടെ ഐക്യദാർഢ്യം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇവിടുത്തെ മനുഷ്യ സമൂഹത്തോടാണ്, അല്ലെങ്കിൽ മാനവികതയ്ക്കാണ് ഞങ്ങളുടെ ഐക്യം. ഞങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, war divides, let's heal. As hatred spreads, let's unite. We heal, we serve, we stand for peace. സത്യത്തിൽ ഇത് ഒരു പരസ്യവാചകം എന്നുള്ളത് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഒരു പ്രൊമോഷണൽ ടാഗ് ലൈൻ എന്നതിനപ്പുറത്തേക്ക് താങ്കൾ പറയൂ, ഇത് ആരാണ് ഇത് ആഗ്രഹിക്കാത്തത്? ഡെഫിനറ്റ്ലി താങ്കൾ പറഞ്ഞതുപോലെ മാനവികത, അതുപോലെ തന്നെ മനുഷ്യത്വം, സഹവർത്തിത്വം, ഇങ്ങനെയുള്ള പല ഘടകങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന പോലെ തന്നെ വിൻ വിൻ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ എല്ലാ മേഖലകളിലുള്ളവരെ പല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ വിജയിച്ച ഒരു പ്രസ്ഥാനത്തിന് സാധിക്കും. അവർ വിജയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണല്ലോ പരസ്യവും മാർക്കറ്റിംഗും. താങ്കളുടെ ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഇന്നത്തെ ആ ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള ആ ഒരു ആഹ്വാനം, അതാണ് നമ്മളെ ഇവിടെ എത്തിച്ചതും ചിന്തിപ്പിച്ചതും. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു നല്ല തീരുമാനം തന്നെയായിട്ട് മനസ്സിലാക്കും. ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. ഈ ലോകത്തില് ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഒരു മനുഷ്യന് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ നേട്ടം? സ്വാഭാവികമായിട്ടും അവന്റെ ആരോഗ്യം, സമാധാനം. ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ നിന്നുകൊണ്ട് എനിക്കത് ധൈര്യമായി പറയാൻ കഴിയും, സമാധാനത്തോടു കൂടിയുള്ള ഉറക്കം. നിങ്ങൾക്ക് വേദനകളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ ഉറങ്ങാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരായ മനുഷ്യരിൽ ഒന്നാണ്. എനിക്കറിയാവുന്ന ഒരുപാട് സമ്പന്നരുണ്ട്. അവരിൽ പലരും ഉറങ്ങുന്നത്, ഒരുപാടല്ല പക്ഷെ കുറച്ച് പേരെങ്കിലും ഉണ്ട്, അവരിൽ പലരും ഉറങ്ങാനായി, നല്ല ഉറക്കം കിട്ടാനായി മരുന്നുകൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ മെഡിക്കേഷൻസിനെ ആശ്രയിക്കുന്ന ഡോക്ടർമാരെ കാണുന്ന ആളുകളാണ്. ഈ മനുഷ്യരൊക്കെ ജീവിക്കുന്നത് യുദ്ധങ്ങളില്ലാത്ത, സമാധാനം ഉള്ള, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ യുദ്ധക്കെടുതികളോ അത്തരം പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത, യുദ്ധഭീഷണികളില്ലാത്ത ഇടങ്ങളിലാണ് ഇവർ ജീവിക്കുന്നത്. പക്ഷേ ഇവരുടെ മനസ്സുകൾ യുദ്ധസമാനമാണ്, സംഘർഷഭരിതമാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് കാരണം, നിങ്ങളുടെ മാനസിക സംഘർഷങ്ങളും മാനസിക പ്രയാസങ്ങളും നിങ്ങളുടെ ടെൻഷൻസും ഒക്കെ കാരണം പ്രക്ഷുബ്ധമായൊരവസ്ഥയിലേക്ക് മാറുന്ന നിങ്ങളുടെ മനസ്സ്, അതൊന്നുകൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല എങ്കിൽ ചുറ്റുപാടും ബോംബുകളുടെയും മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒക്കെ ശബ്ദങ്ങൾക്ക് നടുവിൽ കിടന്നുറങ്ങുന്ന, നാളത്തെ അടുത്ത പ്രഭാതം പുലരുമോ, അടുത്ത സൂര്യോദയം കാണുമോ എന്നുപോലും സംശയിച്ചുകൊണ്ട് ഉറക്കമില്ലാതെ ഉറങ്ങേണ്ടി വരുന്ന മനുഷ്യരുടെ അവസ്ഥ എത്ര ഭയാനകമായിരിക്കും. ഈ അടുത്ത് എനിക്ക് തോന്നുന്നു സ്വരാജാണ് ആ ഒരു പ്രസ്താവന പറഞ്ഞത്. അവനവൻ്റെ വീട്ടുമുറ്റത്ത് ഒരു മിസൈൽ വന്ന് പതിക്കുന്നത് വരെ യുദ്ധം എല്ലാവർക്കും ഒരു തമാശയാണെന്നുള്ളത്. അപ്പം നമുക്കൊക്കെ സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. ഈ നിമിഷം വരെ ഞാനും നിങ്ങളുമൊക്കെ വളരെ ഭാഗ്യവാന്മാരാണ് ആ കാര്യത്തിൽ. അപ്പം ആ ഭാഗ്യം
എല്ലാ കാലത്തും എല്ലായ്പ്പോഴും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും മിസ്റ്റർ അസീം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളിൽ പലരും ഈ ഒരു ഗെയിം കാണുന്ന പോലെയാണ്, അല്ല ആ ഒരു ലാഘവത്തോടു കൂടി തന്നെയാണ് ഈ ഒരു യുദ്ധത്തെയും കാണുന്നത്. പക്ഷേ ഈ യുദ്ധം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ശരിയായ പ്രഹരം തന്റെ വീട്ടുമുറ്റത്ത് വീഴുമ്പോൾ മാത്രമാണ് നമ്മളത് ശരിയായിട്ട് അതിന്റെ പെയിൻ അറിയത്തുള്ളെന്നും മറ്റൊരു യാഥാർത്ഥ്യം. നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാധാനത്തോടുകൂടി, സഹവർത്തിത്തോടുകൂടി, സഹിഷ്ണുതയോടുകൂടി നമ്മുടെ സമൂഹത്തിന്റെ കൂടെ നിന്ന് പോകാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. രാജ്യാന്തര തലത്തിലുള്ള യുദ്ധങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നത് നമ്മുടെ മുറ്റത്തെ വഴക്കുകളിലൂടെയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പലപ്പോഴും മറക്കാറുണ്ട്. അയൽപ്പക്കംകാർ തമ്മിൽ, പിന്നീട് അത് ആ ദേശമായിട്ടുള്ള വഴക്ക്, രാഷ്ട്രീയം, മതം, അങ്ങനെ പല രീതിയിൽ. സഹോദരന്മാരാണ് ഏറ്റവും കൂടുതൽ തമ്മിലടിക്കുന്നവർ. നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ്. ഒരു കുടുംബത്തെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ സ്വത്ത് തർക്കങ്ങൾക്കോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ നമുക്ക് കാണാം, വെടിവെച്ച് അങ്ങോട്ട് കൊല്ലുന്നു, കുത്തിക്കൊല്ലുന്നു, തലക്കടിച്ച് കൊല്ലുന്നു. ഇങ്ങനെ അസമാധാനം ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സുഹൃത്തുക്കൾ പറഞ്ഞ ആ നല്ല വാക്കുകളും നമ്മൾ കണ്ടെത്തേണ്ടതായ, നമ്മൾ പാലിക്കേണ്ടതായ എല്ലാ സമാധാനത്തിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് തൽക്കാലം വിടാം. ജയ് ഹിന്ദ്.